ഭ്രമണപഥത്തിൽ കൂട്ടിയിടി ഭീഷണി. കഴിഞ്ഞ 18 മാസത്തിനിടെ 29 തവണയാണ് ISRO ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ വഴി മാറ്റിവിട്ടത്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 29 കൂട്ടിയിടി ഒഴിവാക്കൽ നീക്കങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് മറ്റ് ഉപഗ്രഹങ്ങളിൽ നിന്നും ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നുമുള്ള ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ISRO ഇത്തരമൊരു നിർണായക ഇടപെടൽ നടത്തിയത്. 2025 മാത്രം 20 തവണയാണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തി കൂട്ടിയിടി ഒഴിവാക്കിയത്. 2026 ഇതുവരെ 9 തവണയും ഇത്തരം നീക്കങ്ങൾ നടത്തി. ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിച്ചതോടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവന്നത്. ഇന്ത്യയുടെ സജീവമായ 22 ഉപഗ്രഹങ്ങളിൽ 20 എണ്ണവും ഭൂമിയിൽ നിന്ന് 2000 കിലോമീറ്ററോ അതിൽ താഴെയോ ഉയരത്തിലുള്ള താഴ്ന്ന ഭ്രമണപഥത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ ഉപഗ്രഹങ്ങളും ബഹിരാകാശ അവശിഷ്ടങ്ങളും കൂടുതലായി സഞ്ചരിക്കുന്ന മേഖലയായതിനാൽ ഈ ഭ്രമണപഥങ്ങളിൽ കൂട്ടിയിടി സാധ്യതയും താരതമ്യേന കൂടുതലാണ്. 2 ബഹിരാകാശ വസ്തുക്കൾ ഒരേ പ്രദേശത്ത് അപകടകരമായ രീതിയിൽ അടുത്തുവരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുമ്പോഴാണ് കൂട്ടിയിടി ഒഴിവാക്കൽ നീക്കം നടത്തുന്നത്. ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ ചെറിയ മാറ്റം വരുത്തി അപകട സാധ്യത ഒഴിവാക്കുകയാണ് ഇതിലൂടെ പ്രധാനമായും ചെയ്യുന്നത്. ഭൂമിയെ ചുറ്റി മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത്തിലാണ് ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. അതിനാൽ വളരെ ചെറിയൊരു ഭ്രമണപഥ മാറ്റം പോലും കൂട്ടിയിടി ഒഴിവാക്കുന്നതിൽ നിർണായകമാകും. ഒരു ഉപഗ്രഹവും മറ്റൊരു ഉപഗ്രഹവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നത് നിരീക്ഷണ സംവിധാനങ്ങൾ കണ്ടെത്തിയാലുടൻ ശാസ്ത്രജ്ഞർ അതിന്റെ സഞ്ചാരപാതയും വേഗവും മറ്റു വിവരങ്ങളും വിശകലനം ചെയ്യും. കൂട്ടിയിടിക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയാൽ ഉപഗ്രഹത്തിന്റെ നിയന്ത്രിതമായ ഭ്രമണപഥ മാറ്റം നടത്തും. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥം ഇന്ന് വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന ബഹിരാകാശ മേഖലയാണ്. ഭൂനിരീക്ഷണം, കാലാവസ്ഥാ നിരീക്ഷണം, ആശയവിനിമയം, നാവിഗേഷൻ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ രാജ്യങ്ങളും ഏജൻസികളും നിരവധി ഉപഗ്രഹങ്ങൾ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂരിഭാഗം സജീവ ഉപഗ്രഹങ്ങളും താഴ്ന്ന ഭ്രമണപഥത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ISROയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഉപഗ്രഹങ്ങൾ മാത്രമല്ല, പഴയ ഉപഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ, റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങൾ, മറ്റ് ബഹിരാകാശ വസ്തുക്കൾ എന്നിവയും ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് ബഹിരാകാശ അവശിഷ്ടങ്ങൾ എന്നറിയപ്പെടുന്ന സ്പേസ് ഡെബ്രിസ് രൂപപ്പെടുന്നത്. വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇത്തരം വസ്തുക്കളുമായി ഒരു ഉപഗ്രഹം കൂട്ടിയിടിച്ചാൽ ഉപഗ്രഹത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കാം. ചില സാഹചര്യങ്ങളിൽ ഉപഗ്രഹം പൂർണ്ണമായും പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട്. ലോകമെമ്പാടും ഉപഗ്രഹ വിക്ഷേപങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ കമ്പനികളും വിവിധ രാജ്യങ്ങളും വൻതോതിൽ പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതോടെ ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശ മേഖല കൂടുതൽ തിരക്കേറിയതായി മാറുകയാണ്. ഇതിനൊപ്പം പഴയ ഉപഗ്രഹങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ നിയന്ത്രിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ തുടർന്ന് ഇവയിൽ പലതും ദീർഘകാലം ഭ്രമണപഥത്തിൽ തുടരാം. ഇത്തരം സാഹചര്യത്തിൽ ബഹിരാകാശ ഗതാഗത നിയന്ത്രണവും ഉപഗ്രഹങ്ങളുടെ സുരക്ഷാ നിരീക്ഷണവും ഭാവിയിൽ കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 29 തവണ ISRO ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത് ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങളുടെ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ കൂടുതൽ വിപുലമാക്കുകയും പുതിയ ഉപഗ്രഹങ്ങളും ദൗത്യങ്ങളും തുടർച്ചയായി എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭ്രമണപഥ സുരക്ഷയ്ക്ക് ISRO കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായി വരും. ബഹിരാകാശം കൂടുതൽ തിരക്കേറിയ മേഖലയായി മാറുമ്പോൾ ഉപഗ്രഹങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനൊപ്പം അവയെ സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കുന്നതും വലിയ സാങ്കേതിക വെല്ലുവിളിയായി മാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.